പാതിവില തട്ടിപ്പ് കേസിൽ ഇഡിയുടെ മിന്നൽ നീക്കം. സംസ്ഥാന പോലീസിനെ മറികടന്ന് വ്യാപക റെയ്ഡ്. പരിശോധന. അനന്തു കൃഷ്ണൻ, ആനന്ദകുമാർ, ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും രംഗത്ത്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്ത നടപടിയിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. തരൂർ ലേഖന വിവാദത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ്. പരസ്യ ഏറ്റുമുട്ടൽ അരുതെന്ന നിർദ്ദേശം. ഇടത് കെണിയിൽ വീഴരുതെന്നും മുന്നറിയിപ്പ്. തരൂരിന്റെ ഓഫീസിലേക്ക് നടത്താനിരുന്ന മാർച്ച് ഉപേക്ഷിച്ച യൂത്ത് കോൺഗ്രസ്. കാര്യവട്ടം റാഗിംഗിൽ 7 സീനിയർ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. ക്രൂരമായി റാഗ് ചെയ്തത് SFIക്കാരെന്ന വിദ്യാർത്ഥിയുടെ മൊഴി. കോട്ടയത്തെ റാഗിംഗിൽ നടപടി വൈകുന്നതിൽ ഏകദിന ഉപവാസവുമായി ചാണ്ടി ഉമ്മൻ MLA. കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. 13കാരന്റെ ചെവി അടിച്ചു പൊട്ടിച്ചത് മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ. 10 ദിവസമായിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് കുട്ടിയുടെ അമ്മ. സിനിമാ തർക്കത്തിൽ അടിയന്തര ജനറൽ ബോഡി യോഗം വിളിക്കണമെന്ന് സാന്ദ്ര തോമസ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കത്തയച്ചു. ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാർത്താ സമ്മേളനം ആശയക്കുഴപ്പമുണ്ടാക്കി. ജയൻ ചേർത്തലയുടെ പ്രസ്താവന വലിയ നാണക്കേടുണ്ടാക്കിയെന്നും സാന്ദ്ര. ഇത് 100 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാര് വന്നത്ര വരില്ലാന്നല്ലേ എല്ലാം പറഞ്ഞേ. പണ്ട് എന്താ ഞാൻ മുഖ്യമന്ത്രിയായില്ലേ? BS ആയി, പിണറായി ആയി. നമ്മുടെ പിണറായി 2ാമത് മുഖ്യമന്ത്രിയായുള്ളൂ. AI മുതലാളിത്ത ഉൽപ്പന്നമെന്ന പാർട്ടി സെക്രട്ടറിയുടെ വിമർശനത്തിനിടെ നായനാരുടെ AI വീഡിയോയുമായി CPM. സംസ്ഥാന സമ്മേളനം ഉഷാറാക്കണമെന്ന് വീഡിയോയിൽ നായനാർ. പാർട്ടിയുടെ ഇരട്ടത്താപ്പെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം. കാനഡയിൽ വിമാനാപകടത്തിൽപ്പെട്ട യാത്രക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. പരുക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരം. ഡെൽറ്റ എയർലൈൻസ് വിമാനം തലകീഴായി മറിഞ്ഞത് ലാൻഡിംഗിനിടെ. അപകട കാരണം മോശം കാലാവസ്ഥയെന്ന് പ്രാഥമിക റിപ്പോർട്ട്.